ആദ്യത്തെ RFC 2021 RFC ഞാൻ ആ വണ്ടി കൊണ്ടാണ് ഇറങ്ങുന്നത്. അത് ഇറങ്ങാൻ എനിക്ക് എൻട്രി കിട്ടിയത് ഇവിടെ കേരള അഡ്വഞ്ചർ ട്രോഫി എന്ന് പറഞ്ഞൊരു ഇവന്റ് നടന്നു. ആ ഇവന്റില് വിന്നറിന്റെ പ്രൈസ് മണി എന്ന് പറഞ്ഞത് RFCക്കുള്ള എൻട്രിയാണ്. അന്ന് 1.25 ലക്ഷം രൂപയാണ് RFCയുടെ എൻട്രി ഫീ. മൂന്നാറിലെ ഇവന്റിൽ ഞാൻ ജയിച്ചു. പുള്ളി ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ RFCക്ക് പോകാൻ തീരുമാനിച്ചു. RFCക്ക് പോയി. ആദ്യത്തെ ദിവസം ഞാൻ ഓവറോൾ 5th കണ്ടു നിന്നു. സെക്കൻഡ് ഡേ ഞാൻ തേർഡിൽ വന്നു. തേർഡ് ഡേ ഞാൻ ഫസ്റ്റായി. RFC 16 രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൽ ഇന്ത്യൻ RFC ആണ് ഇന്ന് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് ഓടുന്ന RFC. കാരണം അത്രയും പാറകളും ഏറ്റവും കൂടുതൽ വിഞ്ചിങ് ഉള്ളതും ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതും ഇന്ത്യൻ RFCയിലാണ്. കാരണം മലേഷ്യൻസ് ഇന്ത്യൻ RFCനെ പേടിക്കുന്നുണ്ട്. മലേഷ്യൻസ് ആണ് RFCയിലെ മെയിൻ കോമ്പറ്റേറ്റേഴ്സ്. അവർക്ക് ഇന്ത്യയിൽ വന്ന് കോമ്പറ്റ് ചെയ്യാൻ ഇപ്പോൾ പേടിയാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാർ അങ്ങോട്ട് കോമ്പറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്. നമ്മൾ അത്രയും എഫിഷ്യന്റ് ആണ് കുറച്ചും കൂടി. അങ്ങനെ കേരളത്തിലേക്ക് RFCയുടെ വിന്നർ ട്രോഫി ഒരിക്കലും വന്നിട്ടില്ലായിരുന്നു. 2021 ഞാൻ കോമ്പറ്റ് ചെയ്യാൻ പോയിട്ട് തേർഡ് ഡേ വിന്നറായി. തേർഡ് ഡേ ടോപ്പിൽ വന്നു. തേർഡ് ഡേ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഹൈ സ്പീഡ് സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സ്പീഡ് സ്റ്റേജിൽ ഞാൻ പിന്നെ താഴെ പോയി. ആ സ്പീഡ് സ്റ്റേജിൽ എൻ്റെ വണ്ടിക്ക് ഒരു എറർ വന്നു, ഇലക്ട്രിക്കൽ എറർ വന്നു, എന്താണെന്ന് മനസ്സിലാവുണ്ടായിരുന്നു. അങ്ങനെ എറർ വന്ന് വണ്ടി ഡൗൺ ആയിപ്പോയി, വണ്ടി ലിമ്മോടിപ്പോയി. ഒരു തരത്തിൽ ഞാനത് ഫിനിഷ് ചെയ്തു, കുറേ ടൈം എടുത്തിട്ട്. ടൈമിംഗ് ആണ് അൾട്ടിമേറ്റ്. പിന്നെ ഞാൻ അങ്ങനെ കോംപ്രമൈസ്ഡ് ആയി. കാരണം ഫസ്റ്റ് RFC തന്നെ വിൻ ചെയ്യാൻ പറ്റണില്ല എന്നുള്ള വിഷമത്തിലായി. പിന്നെ എങ്ങനെയൊക്കെയോ ഓടിച്ച് ലാസ്റ്റ് സ്റ്റേജ് വരെ വണ്ടി കംപ്ലീറ്റ് ചെയ്തു. ഓവറോൾ തേർഡായി. ഫസ്റ്റ് ടൈം ഓവറോൾ തേർഡിൽ വന്ന ആരും ചിലപ്പോൾ ഉണ്ടാവില്ല. ആദ്യത്തെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ രണ്ടാം വർഷം ഇതേ വണ്ടിയും കൊണ്ട് തന്നെ പോയി. ഒരുപാട് മിനുക്ക് പണികളൊന്നും ഇല്ലാതെ അതേ വണ്ടി കൊണ്ട് പോയി. ഡേ 1 വിന്നറായിരുന്നു, ടോപ്പിലെത്തി. പിന്നെ RFCയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരാൾ വിന്നറായി നിൽക്കാൻ RFC സമ്മതിക്കില്ല. അതായത് ടോപ്പിൽ നിൽക്കാൻ RFC സമ്മതിക്കില്ല. അങ്ങനെയാണ് ആ ഇവന്റിന്റെ ഒരു സ്കെഡ്യൂൾ വരെ. ഇപ്പോൾ ഡേ 1 ഞാൻ ടോപ്പിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്താൽ 4 സ്റ്റേജ് ഒരു ദിവസം ഉണ്ടാവാം. അപ്പോൾ 400 പോയിന്റ്. 400 പോയിന്റിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ആരാണോ ആ ടീമായിരിക്കും അടുത്ത ദിവസത്തെ ഏറ്റവും ടഫസ്റ്റ് സ്റ്റേജ് ഓപ്പൺ ചെയ്യുന്നത്. 4 സ്റ്റേജ് ഉണ്ടാവും. ആ 4 സ്റ്റേജിൽ ഏറ്റവും ടഫസ്റ്റ് ഏതാണെന്ന് അവർ തീരുമാനിക്കും. ആ സ്റ്റേജ് ഓപ്പൺ ചെയ്യുന്നത് ആ ടീമായിരിക്കും. അങ്ങനെ സെക്കൻഡ് ഡേയും അങ്ങനെ വന്നു. ആദ്യത്തെ 4 ദിവസം ഞാൻ ടോപ്പിൽ നിന്നു. ഡേ 4 വരെ ഞങ്ങൾ ലീഡ് ചെയ്ത് നിന്നു. 4th ഡേ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജിൽ എൻ്റെ വണ്ടി ഓഫായി പോയി. ഇലക്ട്രിക്കൽ കംപ്ലയിൻസ് എന്താന്ന് 2 ദിവസം നിന്ന് പണിതിട്ടും ഒരാൾക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. 5th ഡേ പോലും ഞങ്ങളുടെ പോയിന്റ് ആരും പിടിച്ചില്ല. 5th ഡേ ഫുള്ള് ഓടിയിട്ടും 5th ഡേ ഞങ്ങൾ ഓടിയില്ല. 6th ഡേ ആണ് ഞങ്ങളുടെ പോയിന്റിനെ അവർ കവർ ചെയ്യണത്. അങ്ങനെ ആ വർഷം അതുപോലെ പിന്നെയും കരഞ്ഞിറങ്ങി പോന്നു. ഏകദേശം എത്ര കോസ്റ്റ് വരും? ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഓടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. എനിക്ക് കഴിഞ്ഞ RFCയുടെ എൻ്റെ മൊത്തം ബഡ്ജറ്റ് 5 lakhs ആയിരുന്നു. ഏറ്റവും ചീപ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവിച്ച പോലെ, ഞങ്ങൾ RFC ഓടിച്ച പോലെ ഒരു ടീമും RFC ഓടിച്ചിട്ടുണ്ടാവില്ല. ഒരു ടീം ഒരു വർഷം നോർമലി ഒരു ടീം ചെലവാക്കണ 1 കോടി രൂപ അടുത്താണ്. അത് 5 ലക്ഷത്തിൽ അത് ഞങ്ങൾ 5 ലക്ഷത്തിൽ ഒതുക്കി. 5 ലക്ഷത്തിൽ ഒതുക്കിയത് തന്നെ 5 ലക്ഷം സ്പോൺസേർഡ് ആയിരുന്നു. ഞാൻ കയ്യിൽ നിന്ന് ആകെ എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഡീസൽ അടിച്ചിട്ടുണ്ട് 57,000 രൂപയ്ക്ക്. അപ്പോൾ എൻ്റെ ടീമിലെ ചെക്കന്മാരും എൻ്റെ അളിയനൊക്കെ എന്നെ കളിയാക്കും. 57,000 രൂപ കൊണ്ട് RFC ഓടിക്കാൻ പോയ ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കും.